ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ബോട്ടണീൻ്റെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒരാഴ്ച കറക്റ്റ് നമ്മുടെ മുന്നിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡി ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇടയിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ. നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ എക്സാമും വരുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ മോഡൽ എക്സാം അങ്ങനെ കഴിഞ്ഞു. മാറ്റി മാറ്റി വെച്ച അവസാനം മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബോട്ടണി കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്ലസ് ടുവിന് ചോദിച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അധികം ബുദ്ധിമുട്ടിച്ചില്ല. കുറേ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീൻസ് സെയിം ടോപ്പിക്കും അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി എന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വെയിറ്റേജിൻ്റെ ഒരു അനാലിസിസിനെ കുറിച്ചൊന്ന് മീൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും നമുക്കൊരു വെയിറ്റേജ് തന്നിട്ടുള്ളത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് തന്നെ ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അല്ലെ. പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. അത് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മെയിൻ എക്സാമിന് പഠിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് മിസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാവുന്നത് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 മാർക്ക് മാറുമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ചാപ്റ്ററിൽ നിന്നും അങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ചാപ്റ്റേഴ്സ് കാണാം. അതിൽ ഫസ്റ്റ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 മാർക്കാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ 2 മാർക്കിന്റെയും 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ 3 മാർക്സിനും 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവിടെ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസും കൂടെ കൂട്ടിയിട്ടുള്ള മാർക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്താണ് ടോട്ടൽ 12 മാർക്കോളം ഏതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. അവിടെ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 8 മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾ നോക്കിയ മക്കളെ, ഈ പ്രാവശ്യം കാര്യമായിട്ട് അതിനകത്ത് ചോദിച്ചിട്ടില്ല. അതായത് 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എന്താണ് ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ഒരു കേസാണ് അല്ലെ. അപ്പോൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ് ഈ പ്രാവശ്യം ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഒരു ടോട്ടൽ 4 മാർക്കാണ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് വന്നത്. പിന്നെ നമ്മുടെ എക്കോ സിസ്റ്റം നോക്കുമ്പോൾ അവിടെ നിന്നും എന്താണ് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസും എന്താണ് നമ്മുടെ എക്കോ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് ചോദിച്ചില്ല. അപ്പോൾ ഒരു 7 മാർക്കിന് എന്താണ് എക്കോ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബയോടെക്നോളജി പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. പിന്നെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഈ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ശരിക്കും എക്കോസിസ്റ്റം ആൻഡ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഇനി മെയിൻ എക്സാം വരുമ്പോൾ എന്താണ് ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും വരിക. ചിലപ്പോൾ എന്താണ് എക്കോസിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ട് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കൂട്ടി ചോദിക്കാം. ബാക്കി എന്താണ് ഫസ്റ്റ് 2 ചാപ്റ്ററും ഇനിയും എന്താണ് ഇതേപോലെ വെയിറ്റേജ് കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് 2 ചാപ്റ്റർ നന്നായിട്ട് ഒന്നും കൂടെ തെറോ ആയിട്ട് നിങ്ങൾ പഠിക്കുക, നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം ഏതാണ് നമ്മുടെ 3rd ചാപ്റ്റർ ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻസ്, അത് നിങ്ങളൊന്ന് നോക്കുക. അതിനുശേഷമാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും എന്താണ് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്നും ആദ്യം പോയി പഠിക്കരുത്. പ്ലസ് 2 ബോട്ടണി കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ മോഡൽ എക്സാമിന് വന്ന അതേ പാറ്റേണിലാണ് നമ്മുടെ മെയിൻ എക്സാം എങ്കിൽ ശരിക്കും നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് തന്നെ ഈവൻ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും. ഓക്കെ, കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അത്ര ബുദ്ധിമുട്ടാക്കൊന്നുമില്ല, പക്ഷെ എന്താണ് ചില ചാപ്റ്ററിൽ നിന്നൊക്കെ കുറച്ചൊക്കെ
ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ മെയിൻ എക്സാമിന്. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് മെയിൻ എക്സാം ഭയങ്കര സിമ്പിൾ ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. പക്ഷെ എന്താണ്, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എന്താണ് ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തന്നെ ആയിരിക്കും നമ്മുടെ മെയിൻ എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഗ്രാഫ് കാണാൻ പറ്റും അല്ലേ. അതിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാല്യൂ പോയിന്റ്സ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ രണ്ട് ചാപ്റ്റേഴ്സും, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ ബയോടെക്നോളജീൻ്റെ ആപ്ലിക്കേഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ എന്താണ് ഒന്നും കൂടെ നന്നായിട്ട് നിങ്ങൾ ആ സ്റ്റെപ്സ് ഓരോന്നിൻ്റെ DNA മീൻസ് ടെക്നോളജി അല്ലെ, റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇലക്ട്രോഫോറസിസും PCR ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അത് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ അതിൻ്റെ എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. പിന്നെ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബേസിസിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി എന്ന് മിസ് വിചാരിക്കുന്നു. സോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.